ഒരിക്കലും. ശരിയാ, നിന്റെ അടുത്തുനിന്ന് അവളെ പറിച്ചുകൊണ്ട് വന്നത് ഞാനാ. ആ തെറ്റ് ഞാൻ സമ്മതിക്കുന്നു. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. പക്ഷെ നിനക്കത് തിരുത്താമായിരുന്നു. നിനക്കുണ്ടായ 2 മനുഷ്യ കുഞ്ഞുങ്ങള് ചത്തോ പഠിച്ചോ നീ അന്വേഷിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിനാണോ ഇപ്പൊ നീ ഇങ്ങോട്ട് കയറി വന്നത്? അവളുടെ ശവത്തിൽ പോലും നിന്റെ കണ്ണു തെറ്റി വീണു പോരുത്. ശിവൻപിള്ള മാനാഭിമാനം വിറ്റ് പട്ടിയെ പോലെ ജീവിക്കുക. എന്ത് കടും ചെയ്യാനും ഞാൻ മടിക്കില്ല. ഇറങ്ങടാ പുറത്ത്. ചില്ലിമുളം കാടുകളിൽ ലല്ലലലം പാടി വരും തെന്നലേ തെന്നലേ, അല്ലിമലർക്കാവുകളിൽ വല്ലികളിൽ ഊയലാടും തെന്നലേ. ശരിക്ക. അപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണട്ടാ. അപ്പോ വിളിച്ചാ മതിയോ? ഓടി മുമ്പോട്ട് പോയി ഹൈവേ കയറാൻ പറ്റുമോ? എനിക്കറിയില്ല. ഞാൻ കുഞ്ഞുനാളിലെ ഈ നാട്ടിൽ നിന്ന് പോയതായിക്കാ. നിനക്കറിയാവടാ? നേരെ അങ്ങ് പോയാ മതി. അണ്ണൻ വീട്ടിൽ കയറുന്നോ? അയ്യോ ഞാനില്ല. താങ്ക്സ്. അച്ഛനെന്നെ മനസ്സിലായില്ലേ? ഞാൻ അച്ഛന്റെ മോളാ, ബിന്ദു. മോളുടെ കാര്യം അച്ഛനിപ്പോ ഓർത്തേ ഉള്ളൂ. മോള് വന്നപ്പോ നമ്മളൊക്കെ പുറത്ത്. കൊച്ചാട്ടിന് എരിവ് കൂടുതലാ ഇഷ്ടം. മോക്ക് പിടിക്കോ ആവോ? എനിക്കും അതാ ഇഷ്ടം ചേച്ചി. അമ്മയുണ്ടാക്കിയ ശീല. ഇനി മോൾ അച്ഛന്റെ ഈ കുടികൂടി നിർത്തിയെടുക്കണം. അയ്യോ, നമ്മുടെ ആള് വരാറായി. പോട്ടെ മോളെ. ഞാനായിരുന്നച്ച വീട്ടിലെ ചെലവൊക്കെ നടത്തിയിരുന്നത്. അമ്മാവന്റെ മക്കളുടെ പഠിത്തം മുതൽ അമ്മയുടെ ചികിത്സാ ചെലവ് വരെ. ടൗണിൽ ഏതെങ്കിലും ആശുപത്രി പോയിരുന്നെങ്കിൽ അമ്മ രക്ഷപ്പെടുമായിരുന്നു. കാശ് ലാഭിക്കാൻ അമ്മാവ് മഞ്ഞളും മണ്ണെണ്ണയും പുരട്ടി കാത്തിരുന്നു. അവർക്കൊന്നും നഷ്ടപ്പെട്ടില്ലല്ലോ. എനിക്ക് എന്റെ അമ്മയെ പോയത്. സത്യത്തിൽ അമ്മയ്ക്ക് അച്ഛനോട് വെറുപ്പൊന്നുമില്ലായിരുന്നു. എന്റെ കുഞ്ഞുനാളിൽ അമ്മ പലവട്ടം അച്ഛനടുത്തേക്ക് വരാനൊരുങ്ങിയതാ. അമ്മാവ് സമ്മതിച്ചില്ല. മിനിങ്ങാന്ന് അച്ഛനെ അമ്മയുടെ ശവം പോലും കാണിക്കാതെ ഇറക്കി വിട്ടപ്പോ എനിക്ക് അച്ഛനോട് പാവം തോന്നി. അച്ഛന് അമ്മയെ അത്രയ്ക്ക് ഇഷ്ടായിരുന്നു. അമ്മ എന്നെ പറ്റി പറയായിരുന്നു. മരിക്കണേന്റെ തലേന്ന് രാത്രി കൂടി പറഞ്ഞു, എന്റെ കല്യാണം കഴിഞ്ഞാൽ ആരെതിർത്താലും അമ്മ അച്ഛന്റെ കൂടെ വന്ന് താമസിക്കുന്ന. അത് പറയാതിരിക്കുന്നതാ ഭേദം. 3 മാസമായിട്ട് ജയിലില്ല. ഹരിപ്പാട്ടൊരു തുണിപ്പീടിക കുത്തി തുറന്ന് മൂട്ടിച്ചു. ഭാര്യയും കുട്ടികളും വീട്ടിലുണ്ട്. അവർക്ക് പോലും ചെലവിന് കൊടുക്കുന്നത് ഞാനാണച്ച. അവള് പോലും ഒന്ന് അമ്മയെ ആശുപത്രി കൊണ്ടുപോകാൻ നോക്കിയില്ല. അതും പറഞ്ഞുണ്ടായ വഴക്കം കഴിഞ്ഞ് ഞാൻ ബാഗ് കൊടുത്ത് ഇറങ്ങിയതാ. ഇനി ഞാൻ അച്ഛനെ വിട്ട് എങ്ങോട്ടുമില്ല. പോരെ. ഞാനോ? യോ സത്യം. അച്ഛനും അമ്മയും കൂടെ ആലപ്പുഴ സ്റ്റുഡിയോ കൊണ്ടുപോയെടുത്തതാ.
ഇതെനിക്ക് വേണം. ആ. ഈ- ഇത് ബൈബിൾ അല്ലേ? ആ. അച്ഛൻ്റെ ഒരു കൂട്ടുകാരി തന്നതാ പണ്ട്. മായാവി